ഔന്റെടാ അതൊക്കെ എന്താ പഠിച്ചോനെ എത്രത്തെ കാമുകന്മാര് ആരെയും അമ്മക്ക് ചെറിയ ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഈ നേരത്തെ വ്ളോഗ് വരുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ചെറിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി ഞാൻ കൊണ്ടുവരാൻ പോകും. അപ്പോൾ ആദ്യം ഇവിടെ വണ്ടിയിൽ ഉറക്കാണ്. ഇപ്പോൾ 5:15 ആ ടൈമാണ്. അതുകൊണ്ട് നല്ല പനിയാണ്. അപ്പം ചെറിയപ്പോൾ വന്നിട്ട് നേരെ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഫുള്ളുണ്ട്. അപ്പോൾ ഏതായാലും പോയതൊക്കെ പൊളിച്ചിനി ഇറങ്ങിയിട്ടില്ലേ. അതിന് ഏതായാലും നടന്നട്ടെ. നല്ല പുതപ്പൊന്നും പറ്റുന്നില്ല കേട്ടോ. പക്ഷെ പനിച്ചിട്ട് ഇന്നോട് അറിയില്ല പുതപ്പിട്ടുണ്ടോ അമ്മച്ചിയെ, പുതപ്പിട്ടുണ്ടോ അറിയില്ല. ഉറങ്ങിക്കോട്ടെ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇനി നല്ല തണുപ്പുണ്ട്. രാവിലെ തന്നെ ജലദോഷം കുറിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി സ്റ്റേഷൻ കാട്ടി തന്ന കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എന്താ പറയുക, എന്താ വിളിച്ചറിയണ്ടേ, ട്രെയിൻ വരുന്നത് നനിയോ പോകുന്നുണ്ടെന്ന് എന്താ പറയുന്നത്. അപ്പോൾ ചെറിയപ്പം വിളിച്ചപ്പോൾ എത്താനായിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ റെയിൽവേ സ്റ്റേഷൻ കാട്ടി തന്ന പറയില്ലേനി റെയിൽവേ സ്റ്റേഷൻ കാട്ടി തന്ന വീഡിയോ യൂട്യൂബിൽ റിമൂവ് ആക്കുന്നു. അപ്പോൾ 2 വട്ടം ഇട്ടു വീഡിയോ റിമൂവ് ആയി. അതിന് ഞാൻ മോണ്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് ഇങ്ങനെ ഇത് കാട്ടി കൊടുത്തിട്ട് വീഡിയോ റിമൂവ് ആയി. അതിന് പിന്നെ ക്രോപ്പാക്കി എഡിറ്റ് ചെയ്തപ്പോഴാണ് എന്നിട്ട് അപ്ലോഡ് ആയത് ശരിയായത്. എനിക്കറിയില്ലേനി ഇങ്ങനെയൊക്കെ ഒരു ബാൻ വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വരാനയക്കണം നോക്കി നോക്കാം. ട്രെയിൻ വന്നിട്ടോ. ഇനി നിർത്തി ഇറങ്ങി വരുമ്പോഴത്തേ 10 മിനിറ്റ് 10 ഏതെ പനിയും കാര്യമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ട്. ആരാ അത് വന്നേ? നീച്ചോ? ആണോ? പനിയുണ്ടപ്പോ കറന്നു വെച്ചുറക്കി തരാം. അപ്പോൾ ഇവിടെ നല്ല ഉറക്കാണ്. നേരം 10 മണി. രാവിലെ നീച്ച് പിന്നെയും കറന്നിട്ട് പിന്നെ ചായ കുടിച്ചാൽ നീച്ചിട്ടില്ല. അതുകൊണ്ട് പെരും പനിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോകണം. എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വേണ്ടല്ലോ, തരൂല. നല്ല പനിയാണ്. പനിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ആക്റ്റീവ് ആക്കാറ്. പിച്ചും പെയ്യും. അവിടെയൊക്കെ മിന്നാമിനുങ്ങ് ഉണ്ടായിരുന്നു, ചുമരുമക്കൂടിയൊക്കെ. ഇവിടെ മിന്നാമിനുങ്ങ ഇവിടെ കണ്ടോ? ഓന് മാത്രം കാണാൻ പറ്റുന്ന മിന്നാമിന്നാണ് റൂമിൽ കൂടെ. എന്നാ അവിടെ ഇരിക്ക് ഉണ്ടേ. കണ്ണു വീക്കട്ടോ. ശരിക്കും മുമ്പണേ തുറന്നു തരൂല കേട്ടോ. അവിടെ ഇരിക്ക്. എന്താ ഇനി കണ്ണുമ്പ് ആ കണ്ണുമ്പ് വേണ്ടേ? ഇതൊക്കെ എന്താ പഠിച്ചോനെ ഇപ്പച്ചി കൊണ്ടുവന്നാണോലോ. എനിക്ക് ഒരു ബോൾ ഇങ്ങനത്തെ ഒന്നും വേറെ ഉണ്ട്. ഞാൻ ഇപ്പൊ കാട്ടി കൊടുക്കുന്നില്ല. ഇതിലെന്തോ ഉണ്ടടാ. അത് തുറന്നു നോക്ക്. എന്തോ ഉണ്ട്. ഞാൻ പൊട്ടിച്ചോ? അങ്ങനെ നമ്മള് പെരിയത്തെ പണിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓനേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങള് വന്നപ്പോ പനിച്ച് വറക്കണൊന്നും കണ്ടില്ല. അതിന് പകല് ഇതിന് കുഴപ്പമില്ല, രാത്രിയാണ് ഇതിന് കുഴപ്പേ. അതെന്താവോ? രാപ്പനി. രാത്രിയുള്ള കുഴപ്പം, പകല് കുഴപ്പമില്ല. ആ പല്ലിന്റെ കാര്യം പറയണ്ടാന്ന്. അപ്പൊ ചെറിയാപ്പ് പറയണ്ടേ? പല്ലിന്റെ കാര്യം പറയണ്ടേ? അതാ ടവ്വല്ലോ ഓന് തിന്നാൻ പറ്റാ. അപ്പൊ എനിക്ക് തിന്നുമ്പോ ഇവിടെ വേനല്ലേ? എന്നെ തിന്നുമ്പോ ഞാൻ നല്ലോണം തിന്നാൻ തരൂ കേട്ടോ. ഇറച്ചൊക്കെ നല്ല കടിച്ചു കേട്ടോ.
തിന്നാലും പാടില്ല. പക്ഷെ അങ്ങനെ തന്നെ രണ്ട് സൈഡിൽ കൂടെ തിന്നാൻ കാര്യം ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ കച്ചോളൂ. ഏത് ചെറിയത് ഇവിടെ ചെറിയപ്പോ ഞങ്ങൾ ഇവിടെ ഗ്ലാസ് താത്തിയിട്ട് ഇവിടെ കുയിന്താട്ടി കുത്തിരിക്കുന്നു. അരണിക്കൂർ പറയണ നിർത്തിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേ. ഞാൻ പുറമൊന്നും കൈകലുണ്ട്, ഉള്ളിൽ ഇങ്ങനെ പൊടി ഉണ്ടാവുന്നു സത്യമായിട്ട് ചറിയില്ല. ചെറിയപ്പോ ആദ്യമായിട്ടല്ലേ കാറ് ഇങ്ങനെ അറിയില്ല ഇനിട്ടോ. അപ്പൊ ഇത് തുറന്നു നോക്കിയപ്പോ പൊടി ഉണ്ട്. ഞാന് കാറ് വെയിലുള്ളാതെ മൂടിയൊക്കെ വെച്ചീനി, പിന്നെ വണ്ടി കഴുകുകയും ചെയ്തീനി. അല്ലാതെ ഞാൻ ഇത് പൊടി അങ്ങനെ ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവിടെ ചെക്കിങ് ഉണ്ടോ? വൈരാഗ്യം തീർക്കാണ്. കാറ് പോകുമ്പോ അങ്ങനെ വൈരാഗ്യം തീർക്കും. ഗ്ലാസ് പൊന്തിച്ച, എന്നിട്ട് മുഖത്ത് കേസ് ഇടുക. ഞാൻ എന്താ പാട്ടിടണ് അതിനെ പറഞ്ഞ ഞാൻ കാട്ടി കൊടുത്ത്. അതിന് ചെറിയ പുള്ളിൽ ഇങ്ങനെ പൊടി ഉണ്ടാവുന്നു സത്യമായിട്ട് ചറിയില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല ഉള്ളു തുറന്നു നോക്കുന്ന്. ഞാൻ തുറക്കണ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇതിന്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും പൊട്ടിച്ച നിങ്ങൾ എന്താ പറയാ? ഹോസ്പിറ്റൽ കേസ് ഉമ്മ റോഡിന്റെ നടുവ് കയറിക്കണ്. അവ മരുന്നൊക്കെ വാങ്ങി പറഞ്ഞാണ്. എന്താ അതോ പാട്ട് കേട്ട് കുത്തി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ മുടി വെട്ടാൻ പറഞ്ഞു അല്ലേ? അതോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ചോദിച്ചു. അവങ്ങളെ പാതിക്ക് വെച്ചിട്ട് എന്താട്ടി ഈ പാട്ടിട്ട് കോപ്പിറൈറ്റ് വരും വിചാരിച്ച് നിർത്തിക്കണം. ഇനി നമ്മള് ഇവിടെ ജാം ജൂമിലൊന്ന് കേറിയിട്ട് കൊറിയൻ നൂഡിൽസ് ഒന്ന് ട്രൈ ആക്കണം എന്നുണ്ട്. അപ്പൊ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതിന് വേണ്ടി വാങ്ങാൻ വരിക കേട്ടോ. അറിഞ്ഞ് വല്ല ചെറിയപ്പോ ഇനി ആ വെയിലത്ത് ഇറക്കിയത് എന്തിനാ മനസ്സിലായില്ല. ഡോറ് ഈ ഓട്ടോഷമ്മ തട്ടോലെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇറക്കിയേക്ക. ഇത് മൂപ്പരാക്ക് പോയിട്ട് ഇറങ്ങാം. നടക്ക് മുന്നേ കോക്ക് മുക്കും. അപ്പൊ കേറി കൊറിയൻ നൂഡിൽസ് ഉണ്ടോ ചോദിച്ചോക്കട്ടെ. അത് കാണാൻ നല്ല രസാട്ടോ. നമ്മള് സിനിമയിൽ കാണുന്ന പല സാധനങ്ങളും. എവിടെ സ്ട്രോബെറി ഇതോ ഇത് പെരന്ന പോയിനോ? എന്താണ് സാധനം? അവക്കാടോ? അവിടെ പോയിട്ട് അറിയില്ല. കട്ടപ്പാൽക്ക് അതിടുക മധുരിടുക അത് പോരെ. ഇന്ന് റോബസ്റ്റ് ആണ്. റോബസ്റ്റ് എല്ലാവർക്കും കുടിച്ചോ. ഇതാക്കണ മുന്നില് നാളെ നമ്മള് കേറിയതല്ലേ? എന്നോ കൊറേ മുന്നേ. അത് രസം ഉണ്ടാവൂല. അതാണ് ചൊറക്കില്ലിട്ട് നിങ്ങൾക്ക് എന്തേലും ഒരു കുറവ് പഠിച്ചോ കൊടുക്കും. അറിയാം നിങ്ങൾക്ക് കണ്ടില്ല നല്ല ചൊറക്കൊന്നും ബുദ്ധില്ല. മനസ്സിലായോ? നോക്കി കൊറേ നൂഡിൽസ് ഒക്കെ ചോദിച്ചു നോക്കി. ടേസ്റ്റൊക്കെ തിന്നാൻ പറ്റൂലേ? തിന്നോക്ക്. 349 തിന്നോക്ക്. ടേസ്റ്റ് ഒക്കെ തിന്നോക്കൂല. അവിടെ തിന്നോക്ക്. കാടമുട്ട നല്ലത്. ഇത് പായാണ് എറിയപ്പോ അതിന്റെ ഉള്ളിൽ എന്തേലും തോടിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. കൊറിയൻ നൂഡിൽസ് അല്ല ഞാൻ പറയുന്ന ഇതാക്കുന്ന നൂഡിൽസ്. ഇവിടെ 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 ഔ ഇത് വാങ്ങിയ ചെറിയപ്പോ എന്നിട്ട് നമുക്ക് ഈറ്റച്ചാൽ ഇവിടെ ഓൻ തിന്നൂലേ. നോക്ക ഇതൊന്ന് വാങ്ങിയാലോ അളിയാക്കാനും സിഫ്നാനും എല്ലാരും കൂട്ടാ. ഇത് പല ടൈപ്പ് ഉണ്ട്. ഇത് 5 ഏതാണ്? ഹോട്ട് ആൻഡ് സ്പൈസി ആണത് അതോ? ഇത് ഹോട്ട് ആൻഡ് സ്പൈസി ആണ്. ഇതിൽ ഏതാ നല്ലതാവോ? 5 കേക്കുണ്ട്. ഇതൊക്കെ തിന്നണം. ഇതൊക്കെ കൊറിയൻ വെജ്, കൊറിയൻ കിംചി.
എന്താ കിമിച്ചി? ചെറിയത് ഏതോ ഓട്ടോ ഞാന് ചെറിയപ്പോ ഈറ്റ് ഞാൻ ചേർക്കുന്നതാണ്. ആ എന്തേ ഇച്ചിരി ചെറിയ വെച്ചാതി ഓട്ടോ സ്പൈസ് കുഞ്ഞേതോ മതി. ആ ഇത് നമുക്ക് ഈറ്റ് ഞാൻ ചേർത്തല്ലേ? എല്ലാരും സിഫ്നാക്ക് പറ്റൂല, ഇമ്മാനെ കൂട്ടാ. സിഫ്നാക്ക് പറ്റൂല. നോക്കി ആ സ്പൂൺ ഉണ്ടാവോ മരത്തിന്റെ? അതിനെന്താ പറയാ? ആ വടിയില്ലേ? ചിക്കൊന്നല്ല, കൊറിയൻ. ആ ഒന്നല്ല, ഇതാക്കുന്ന ചെറിയപ്പോ ഇതൊക്കെ ഓട്ടാണ്. ഇതാണ് മതിയായി ഇതിന്റെ പകരം. ഇത് വെറുതെ ചൂടെല്ലാം പറഞ്ഞാൽ മതി ഇതില്. അയ്യ രസം ഇത് തോന്നുണ്ടാവും. എന്നാ മതി, കാണുമ്പോ ഒരു വെറൈറ്റി ആയിപ്പോല്ലേ? ഏതാ രസം? അത് തക്കാളത്തിനുണ്ടാക്കാം. അമ്മാതിരി ഇതുണ്ട്. സാധനം വാങ്ങി പെരിയ കുളിച്ചപ്പോ കുറച്ച് സാധനം വാങ്ങാൻ പറഞ്ഞു. ഇവിടെ ഓഫർ ഇല്ലോണ്ട്. ഇത് മന്തിയരിയല്ലേ? ഒരു കൊറിയൻ നൂഡിൽസ് ഇതാക്കുന്ന ചിലപ്പോ ബിരിയാണി അരി. ജോക്കർ ഉണ്ടാവോ? ഇത് നല്ലരിയാ. നിങ്ങളെന്താ വിചാരിച്ചു? ഞാൻ ഇപ്പൊ ഒരു വീട്ടമ്മയായില്ല, വെച്ചറിയില്ല. മേക്കപ്പ് ബോക്സ് ഒക്കെ നോക്കാം. മേക്കപ്പ് ബോക്സ് ശ്വാസം വിടണേ, ഞാൻ വാങ്ങൂല. കാണുമ്പോ രസല്ലേ? ഇതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല, പക്ഷെ അത് കാണുമ്പോൾ നല്ല രസല്ലേ? രസല്ലേ ഇത് കാണാന്? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ പറയാം. പോയി ആ പെൺകുട്ടികളത് ഡയറി മിൽക്കാൾ ഇങ്ങനെ കണ്ടിട്ട് ഞാനും അതങ്ങ് നിക്ക. ചെറിയ അപ്പൂന്റെ കണ്ണ് എത്രത്തോളം വലുതാവണ്ട. അതെ, അന്റെ ഇജ് വലുതായിട്ട് എന്റെ പെണ്ണിന് വാങ്ങി കൊടുക്കണം കേട്ടോ. നോക്ക, ഇജ് വലുതായിട്ട് എന്റെ പെണ്ണിന് വാങ്ങി കൊടുത്തോണ്ടിട്ടോ. ഉമ്മച്ചിക്കോ കിട്ടണില്ല കേട്ടോ. എന്നാ നടക്ക്, ദാരിദ്ര്യമാണ് കഴിച്ചു. ഏയ് അതൊന്നും തിന്നൂല കേട്ടോ. ഇത് ഞാൻ ഇഷ്ടമാക്കട്ടെ. എന്തൊക്കെ ഉണ്ട് മനസ്സിലായില്ല. ഞമ്മക്ക് തെറ്റി ആ കാര്യാക്കണ്ട. നല്ല പൈസ. ഇനി വേറെ ഒരു സർപ്രൈസ് ഉണ്ട്. ബാ, വേണോ? നോക്ക്, ഇവിടെ എന്നാ പിടിച്ചോണ്ട് പോട്ടെ. അതിൻ്റെ ഉള്ളിൽ സോമ്പിണ്ട്. ബാ, അത് വേണ്ടല്ലേ? ആണോ? ആണോ? ബാപ്പ അതിലും വലിയ സൈക്കോ. വാങ്ങണ്ടേ പോ. കുഞ്ഞാഫിന് ആ ഇല്ലാതെ വില ഉണ്ടോ? അവിടെ തന്നെ വെച്ചു. എത്ര വില നോക്കിയറിയപ്പോ? നല്ല വില ഉണ്ട്. പ്രേമം തുടങ്ങണോൽക്കില്ലേ അറിയപ്പോ? സെറ്റ് ആവാത്തവർക്ക് ട്രൈ ആക്കാം. അവിടെ ഒന്നും ഉണ്ടാവില്ല, ഡിസ്പ്ലേയിലുണ്ടാവും. ഇതാക്കണ അതിന്റെ അപ്പുറത്തൊന്നും. അതിനും വില. അത് മറ്റേ ബദാമൊക്കെ വരുന്നോണ്ട് റേറ്റ് കൂടും. ഔന്റെടാ, അതൊക്കെ എന്താ പഠിച്ചോനെ? എത്രത്തെ കാമുകന്മാര് ആരും നമ്മക്ക് ചെറിയ കിളിയിക്കണ്. ഏയ് വേണ്ട, അത് മുന്നിലുണ്ടാവും. അവിടെ നിന്ന് എടുക്കാം. 10ന്റെ എടുക്കാം. അതിനത്ര വില. വേറത് വാങ്ങാം. ഇതന്നെ സെയിം വാങ്ങാം. സൂപ്പർ മാർക്കറ്റിന്റെ ഡയറി മിൽക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഏയ് അത് രസമല്ല. എന്നാ രസമല്ല എടുക്കും. അവിടെ വെച്ചോളെ, തിന്നൂലേ? ഇനി മുട്ടേ ആയിക്കിടുന്ന വണ്ടി
നമുക്ക് മാറ്റാൻ പറ്റുമോ കുറച്ച് കഴിഞ്ഞാ? നിങ്ങളവിടെ വെക്കും വിചാരിച്ചിട്ട്. മുട്ട കൊറിയൻ സ്റ്റിക്ക് തെരഞ്ഞു വന്നതാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. തൊള്ളെ ഫസ്റ്റ് കറങ്ങാൻ വന്നത് ഇങ്ങോട്ടാണ്. ഏതോ ഒരു കണ്ണാടിയിൽ അവിടെ ആ ഗിഫ്റ്റിന്റെ സ്ഥലത്ത് അതന്നെ ആദ്യമായിട്ട് കറങ്ങാൻ വന്നത്. കൊറോണ സമയം മാസ്ക് ഇട്ട് പോടുത്ത് ഓർമ്മ. ഇതിന്റെ ഒക്കെ ഇതൊക്കെ അറബിയാളെ പെരീത്തെ മോഡലല്ലേ? ആ താഴത്തുനിന്ന് ഒലിച്ചു കൂളിംഗ് ഗ്ലാസ് ഇതാക്കണം. എന്തൊക്കെയാണ് ബാധു അവിടെ നോക്കണ്ട കേട്ടോ. ഇതിട്ടേറിയപ്പോ ചിക്ക് ഇവിടെ അവിടെ കണ്ടിട്ട് നമ്മക്കന്നെ തൂവല് ബാ അത് മുട്ടായി ഇരുമ്പോ സ്റ്റീലിന്റെ പ്ലാസ്റ്റിക്കിന്റെ അല്ല പ്ലാസ്റ്റിക്കോ അതില്ല മരത്തിന്റെ ടൈപ്പുള്ള സ്റ്റീലാണ് ഇപ്പൊ തന്നെ. ഇതിനെത്ര? പ്ലാസ്റ്റിക്കാണ്. 99 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയില്ലേ? ഡയറി മിൽക്ക് അവിടെ തന്നെ തിന്നോട്ടോ. അത്രയും ബാക്കിയുണ്ട്. കുറച്ച് ബാക്കില്ല. എന്തറിയോ അതിന് തിന്നയോളെങ്ങനെ പറയണ്ടേ? അറിയാലോ ഞാൻ ഉണ്ടായിനേലും നിങ്ങളപ്പോ. ഇതാ പോണോ കുട്ടി വണ്ടി ഇവിടെ വെക്കാതോ? അല്ല നിങ്ങള് പറയണം. ചെറിയാപ്പൂര് നിന്നാലത് ഒരു ട്രേ മുട്ട 200 റുപ്യന്റെ സാധനം. ഞാനാണെങ്കിൽ 5 എണ്ണം വാങ്ങും. മാങ്ങൊക്കെ ഞാൻ തിന്നല്, നിങ്ങൾ ഒന്നും തിന്നുണ്ടാവും. ഇനി പെരിയിലൊന്ന് കേറണമെന്നുണ്ട്. ഒരു റെയിലെടുക്കാണ്ട്. അത് പിന്നെ ഓനടെ കേറണീന് മുന്നേ എന്താണ് ഇതിനാണ് AC. ആ ചോക്ലേറ്റ് അറിയാപ്പോ? അടുത്തല്ലേ ചൂടുക്കണ്ടോ? ഒരു മുട്ടായി കാറ് വെക്കാൻ പറ്റൂല. തുറക്കട്ടെ അപ്പൊ ചില്ല്? അതിന്റെ കോലം നോക്കിന്റെ പൂമോളെ ചില്ല് തുറക്കട്ടെ. ചില്ല് തണുത്തോട്ടെ. എന്തൊരു ചൂട്. നമ്മള് നേരെ ഇനി നേരെ അങ്ങടെ പെരീക്കല്ലേ? നമ്മളിപ്പോ പെരിയിലെത്തിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പർമാൻ ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന. എന്തേ പൈച്ചുണ്ട്. മീൻ പൊരിച്ചില്ല. അവനെന്താ കൂട്ടാന്? നല്ല കണക്കിലെടുത്ത് ഡ്രസ്സിലാക്കല്ലേ?